പുതിയ മൊബൈലൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴുള്ള ആ ഒരു സുഖം അതൊരു സംഭവം തന്നെയാട്ടോ. ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ തൊടണ്ട അതിനു മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. പിന്നെ സ്ക്രോൾ അപ്പ് സ്ക്രോൾ ഡൗൺ ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്മൂത്ത്നെസ്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫീല്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. രാവിലെ ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തേ ഉള്ളൂ. ഇപ്പോൾ ഉച്ച സമയമായിട്ടും ഇൻ്റർനെറ്റ് ഫുൾ ടൈം യൂസ് ആണ്. ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉപയോഗിച്ചിട്ടും 10% കുറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ആവുന്നില്ല, ബാക്കാണെങ്കിൽ അത് പോകുന്നില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി, കീബോർഡ് വർക്കാകുന്നില്ലല്ലോ, ഹാങ് ആയോ, മൊബൈൽ റീസ്റ്റാർട്ടായി. എന്താ ചെയ്യുക? ഇതല്ലേ എല്ലാവരുടെയും അവസ്ഥ. നമുക്കത് പരിഹരിക്കാം. 2-3 സെറ്റിങ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതൊക്കെയാണ് ആ സെറ്റിങ്സ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം പല ആളുകളും ഇതുവരെയായിട്ടും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാകുകയില്ല. അതായത് മൊബൈലിൻ്റെ അകത്തുള്ള അനാവശ്യ ഫയലുകളൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒപ്റ്റിമൈസ്. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. അതിൽ നടുവിലുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ വരയുള്ള അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ ഓട്ടോ ഒപ്റ്റിമൈസ് ഡെയിലി എന്ന ഭാഗം എനബിൾ അല്ല എങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ടൈം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു ടൈം, ഞാനിപ്പോൾ 3 AM ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ സമയം നമ്മൾ ഉറങ്ങുമായിരിക്കുമല്ലോ. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ക്ലോസ് ആപ്പ് ടു ഫ്രീ ആപ്പ് മെമ്മറി എന്ന ഭാഗം കൂടി എനബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി റെഡ്മി, റിയൽമി, ഓപ്പോ പോലുള്ള മൊബൈലുകളിൽ ഇങ്ങനെയുള്ള ഒരു സെറ്റിങ്സ് കാണില്ല. അതിൽ ഇൻബിൽട്ടായിട്ട് ഫോൺ മാനേജർ എന്ന ആപ്ലിക്കേഷൻ തന്നെ നൽകിയിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള, അതായത് മാനുവലായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. അങ്ങനെ നമുക്ക് ഒരു ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓട്ടോ സ്റ്റോറേജ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി ആക്കി കൊടുക്കുക. അപ്പോൾ ഡെയിലി ഏതെങ്കിലും ഒരു സമയം ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിൽ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെയൊക്കെ നമ്മൾ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഓക്കെ, അതേ മൊബൈലിൽ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്, അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. ഇവിടെ സെർച്ച് ബാറിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഫോൺ മാനേജർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ്, നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന എബൌട്ട് ഡിവൈസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റെഡ്മി, റിയൽമി പോലുള്ള മൊബൈലിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇവിടെ വേർഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. വേർഷൻ നമ്പർ എന്ന് മുകളിൽ കാണുന്ന ഭാഗത്ത് തുരുതിരെ 7-7 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ എനബിൾ ആയിട്ട് വരും. നിങ്ങളുടെ മൊബൈലിൻ്റെ പാസ്കോഡ് എന്താണ് അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയിട്ടുള്ളതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം സിസ്റ്റം അപ്ഡേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ സ്റ്റാൻഡേർഡ് ലിമിറ്റിലായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റിയിട്ട് അറ്റ്മോസ്റ്റ് 4 പ്രോസസ്സസ് എന്ന താഴെ കാണുന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ഓരോ സെറ്റിങ്സും ഓരോ കാര്യം ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 4 എന്ന ഈ ഒരു ഭാഗം, അതായത് അറ്റ്മോസ്റ്റ് 4 പ്രോസസ്സസ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത 4 കാര്യങ്ങൾ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുക. 4 ആപ്ലിക്കേഷൻ ആണെങ്കിൽ 4 ആപ്ലിക്കേഷൻ അങ്ങനെയാണ് വർക്കാകുക. അതും പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ്. അത് എല്ലാ മൊബൈലിലും ഈ ഒരു ഡെവലപ്പർ ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ സാംസങ്ങിലാണെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡ് നമ്പർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ 7-7 പ്രാവശ്യം തുരുതുരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് തുറക്കാൻ കാണിക്കും. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോണിൻ്റെ താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ,
അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കണ്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലിമിറ്റ് പ്രോസസ്സ് എന്ന ഭാഗം തിരഞ്ഞെടുത്തിട്ട് അറ്റ്മോസ്റ്റ് 4 പ്രോസസ്സസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഇവിടെ കുറച്ച് മുകളിലായിട്ട് 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ. അത് 0.1x ഉണ്ടാകുക, അത് 0.5x മാറ്റി കൊടുക്കുക. അങ്ങനെ 3 ഓപ്ഷനും നിങ്ങൾ 0.5x മാറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ സഹായകമാകും. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് 0.5x മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആപ്ലിക്കേഷൻ ആകട്ടെ എന്താകട്ടെ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അത് കൃത്യമായിട്ട് വളരെ സ്പീഡായിട്ട് ഓപ്പൺ ആകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ മൊബൈലിലും ഡെവലപ്പർ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് 0.5x മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട സെറ്റിംഗ്സ്, മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സിസ്റ്റം അപ്ഡേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആണോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. അത് പുതിയ വെർഷനിലേക്ക് എന്തായാലും നിങ്ങൾ മാറ്റുക. കാരണം പഴയ വെർഷനിൽ എന്തെങ്കിലും എറർ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത്. അത് നിർബന്ധമായിട്ട് ചെയ്യുക. അതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ഡേറ്റ് അവൈലബിൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കാരണം പഴയ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഫീച്ചർ വരണമെങ്കിൽ അതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താലേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ താഴെ പവർ സേവിങ് സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 2 ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി എന്ന ഈ ഒരു പവർ സേവിങ് മോഡ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. താഴെ കാണുന്ന സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഓപ്റ്റിമൈസേഷൻ എന്ന ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെക്കുക. ഇനി സാംസങ് മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് വേറെ തന്നെ സെറ്റിംഗ്സ് ഉണ്ട്. ഞാനിപ്പോൾ സാംസങ്, ഇതിപ്പോൾ ഞാൻ റിയൽമി റെഡ്മി എന്ന മൊബൈലിൽ കാണിച്ചാണ്. ഇനിയിപ്പോൾ സാംസങ്ങിൽ നമ്മൾ അതേപോലെ തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ബാറ്ററി എന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ പവർ സേവിങ് മോഡ് ഉണ്ട്. അതിൻ്റെ എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഈ ഒരു ലിമിറ്റ് CPU സ്പീഡ് എന്ന ഭാഗം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പവർ സേവിങ് മോഡ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം സിസ്റ്റത്തിൻ്റെ ശരിക്കുള്ള സ്പീഡ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ മൊബൈൽ വാങ്ങിയപ്പോൾ എത്രത്തോളം സ്പീഡ് ഉണ്ടായിരുന്നു, എത്രത്തോളം പെർഫോമൻസ് കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ, അതായത് പഴയ ആ ഒരു പെർഫോമൻസിലേക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.